Hi friends, welcome to my YouTube channel Ambiency. Our channel name Help Me Lord. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടുകൾ എങ്ങനെ സുഗന്ധം ഉള്ളതായി സൂക്ഷിക്കാം എന്നാണ്. ചില വീടുകളുണ്ട് എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ഒരു ദുർഗന്ധം അവിടെ കാണും. അത് കൂടുതലും കാണുന്നത് ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോഴാണ്. ഒരുപക്ഷെ വേണ്ട വായുസഞ്ചാരം കാണില്ല, ഒന്നോ രണ്ടോ ജനലുകളെ കാണൂ, വേണ്ടത്ര സ്ഥലം കാണില്ല. ഉള്ള അല്പം സ്ഥലത്ത് തന്നെ കിടപ്പും പാചകവും തുണിയുണക്കലും എല്ലാം കാണും. നാട്ടിൽ വിസ്താരമായ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ തന്നെ പ്രയാസമാകും. എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നവരും ധാരാളമുണ്ട്. നമ്മളൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് റൂം ഫ്രഷ്നർ അല്ലെങ്കിൽ എയർ ഫ്രഷ്നർ ഒക്കെയാണ്. എന്നാൽ അധികം ചിലവില്ലാതെ നമ്മുടെ റൂമുകൾ അല്ലെങ്കിൽ വീടുകൾ എങ്ങനെ സുഗന്ധം നിലനിർത്താം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പാചകം കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പച്ചക്കറികളായാലും അതൊക്കെ സ്മെല്ലുള്ള പച്ചക്കറികളൊക്കെ പാചകം ചെയ്ത ശേഷം പാത്രങ്ങളും അതുപോലെ കിച്ചൺ സിങ്ക്, കിച്ചൺ സ്ലാബ് ഒക്കെ കഴുകാനും ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം വിനാഗിരി കൂടി ചേർക്കുക. അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനും അല്പം വിനാഗിരി ചേർക്കുക. ഈ സ്മെല്ലൊക്കെ നന്നായി മാറിക്കിട്ടും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഗ്രാമ്പൂ, കറുകപ്പട്ട എന്നിവയിട്ട് ഈ വെള്ളം ചെറിയ തീയിൽ തിളപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ വിനെഗർ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ ചൂടാക്കുന്ന വെള്ളത്തിൽ അല്പം ഒഴിക്കാം. ഓറഞ്ചോ നാരങ്ങയോ ഉണ്ടെങ്കിൽ അത് മുറിച്ചിടാം. പുതിനയില ഇടാം. റൂം മുഴുവൻ നല്ല മണം കിട്ടും. ഇതെല്ലാം ഒരുമിച്ചിടണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സാധനങ്ങളോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇത് വളരെ നല്ലൊരു മാർഗമാണ്. കാപ്പിപ്പൊടിയുടെ മണം ഇഷ്ടമാണെങ്കിൽ അത് തവയിലിട്ട് ചെറുതായി ചൂടാക്കാം. പാചകമെല്ലാം കഴിഞ്ഞ ശേഷം നല്ല കാപ്പിപ്പൊടിയുടെ മണം കിട്ടും. അതുമല്ലെങ്കിൽ കാപ്പിപ്പൊടി, അത് മണമുള്ള ഏത് കാപ്പിപ്പൊടിയുമാകാം, ഇത് അടപ്പിൽ ദ്വാരങ്ങളുള്ള ഒരു കുപ്പിയിൽ ഇട്ട് ഈ കുപ്പി റൂമിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അതല്ലെങ്കിൽ നിങ്ങൾ തുണികൾ സൂക്ഷിക്കുന്നിടത്താണെങ്കിൽ അങ്ങനെ, അലമാരയിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണെന്ന് വെച്ചാൽ അവിടെയെല്ലാം നിങ്ങൾക്കിത് വെക്കാം. അവിടെയെല്ലാം ഈ മണം കിട്ടും. ഒരു ബൗളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് റൂമുകളിലോ കിച്ചണിലോ ടേബിളിലോ എവിടെയെങ്കിലും വെക്കുക. ഇത് അല്പനേരത്തേക്ക് മാത്രമല്ല, ഫുൾ ഡേ അങ്ങനെ തന്നെ വെക്കാം. ദുർഗന്ധം മുഴുവൻ മാറിക്കിട്ടും. ഫ്രിഡ്ജിൽ ദുർഗന്ധമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. തുറന്ന് തന്നെ വെക്കുക. ഫ്രിഡ്ജിലെ ദുർഗന്ധം ഫുൾ മാറിക്കിട്ടും. തുറന്ന് വെക്കാൻ പറഞ്ഞത് ഫ്രിഡ്ജല്ല, ഈ വിനാഗിരിയാണ്. എസൻഷ്യൽ ഓയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായി കിട്ടുന്നതാണിത്. അധിക വിലയൊന്നുമില്ല ഇതിന്. ഏത് വേണേലും കിട്ടും. വാനില, ലെമൺ, ഓറഞ്ച്, പെപ്പർമിന്റ്, ലവണ്ടർ, യൂക്കാലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മേടിച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് പഞ്ഞി എടുക്കുക. എന്നിട്ട് ഈ എസൻഷ്യൽ ഓയിൽ ഏതെങ്കിലും ഒരു 5-10 തുള്ളി മതിയാകും. അത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ, നിങ്ങൾ 2-3 എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ 3-4 തുള്ളിയായിട്ട് ഒഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് റൂമിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക. കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ വെക്കാം, ബെഡ്റൂമിലാണെങ്കിൽ അങ്ങനെ വെക്കാം, വിസിറ്റിംഗ് റൂമിലാണെങ്കിൽ അവിടെ വെക്കാം. നല്ല സുഗന്ധം കിട്ടുന്ന ഒന്നാണ് എസൻഷ്യൽ ഓയിൽ. ഇത് ബാത്റൂമിൽ സ്മെല്ലുണ്ടെങ്കിൽ ഇത് ബാത്റൂമിലും വെക്കാം. ഇനി ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ 20-30 തുള്ളി എസൻഷ്യൽ ഓയിലും ഒരു 2 കപ്പ് വെള്ളവും മിക്സ് ചെയ്ത് ഇത് റൂമിൽ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്യാം. വളരെ നന്നായിട്ട് റൂം സുഗന്ധം കിട്ടുന്ന ഒന്നാണിത്. ഈ എസൻഷ്യൽ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ യുക്തി അനുസരിച്ച് ഉപയോഗിക്കാം. ഏതാനും തുള്ളികൾ മാത്രം മതി റൂം മുഴുവൻ സുഗന്ധമായി കിട്ടാൻ. വേണമെങ്കിൽ ഇതുപോലെ ഈ പഞ്ഞി ചെറിയ ചെറിയ ബോളുകളാക്കി അതിൽ എസൻഷ്യൽ ഓയിൽ കുറച്ച് തുള്ളികൾ ഒഴിച്ച് മുറികളിൽ എവിടെയൊക്കെ ആയിട്ട് വേണമെങ്കിലും വെക്കാം. ഇത് റൂമുകളിൽ മാത്രമല്ല, നിങ്ങളുടെ കാറുകളിലും ഇത് വെക്കാം. നല്ല മണം കിട്ടുന്ന ഒന്നാണിത്. കിടക്കുന്ന ബെഡിന് സുഗന്ധം വേണമെങ്കിൽ ലേശം പഞ്ഞിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ലേശം തുള്ളി 2-3 തുള്ളി മതിയാകും ഒഴിച്ചാൽ പില്ലോടെ സൈഡിൽ വെച്ചാൽ മതി. ഉറങ്ങുന്ന സമയത്ത് നല്ല സുഗന്ധത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. എസൻഷ്യൽ ഓയിലും ബേക്കിംഗ് സോഡയും ദുർഗന്ധം മാറ്റാൻ നല്ലൊരു ടിപ്പാണ്. ഒരു ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് അതിൽ 8-10 തുള്ളി എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വീടിനുള്ളിൽ വെക്കാം. അതല്ല, അടപ്പിന് കുഴിയുള്ള കുപ്പികൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ കുപ്പിയിൽ ബേക്കിംഗ് സോഡയും എസൻഷ്യൽ ഓയിലും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഓയിലിൻ്റെ അളവ് കൂട്ടാം കുറയ്ക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ഒരു ബൗളിലെടുത്ത് മുറികളിൽ വെച്ചാൽ സ്മെൽ മാറിക്കിട്ടും. അത് വെച്ച് ഒരു 5 മിനിറ്റത്തേക്കല്ല, ഒരു ഫുൾ ഡേ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് നല്ലൊരു ടിപ്പാണ്. അതുപോലെ നിങ്ങളുടെ അലമാര, ഡ്രോവർ ഇതിലൊക്കെ സ്മെൽ ഉണ്ടെങ്കിൽ അത് മാറാനും ഒരു ബോളിൽ
ബേക്കിംഗ് സോഡ ഇട്ട് ഇത് സ്ഥിരമായി തുറന്നു വെച്ച് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വീട് വൃത്തിയായി സൂക്ഷിക്കാതെ കിച്ചൺ വേസ്റ്റൊക്കെ തുറന്നു വെച്ച് ഒരു വൃത്തിയില്ലാതെ നടന്നിട്ട് ഈ ടിപ്സൊക്കെ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ റൂമുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ദെൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുക, റിസൾട്ട് ഉറപ്പാണ്. കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.